ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ആധാർ കാർഡിൽ നമ്മളെ പേരിൽ തന്നെ കറക്ഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോഴത്തെ സമയത്തിൽ നമ്മളെ സ്വന്തം പേരിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോയിനകത്ത് ഞാൻ ലേറ്റസ്റ്റ് പ്രോസസ്സ് കാണിച്ചു തരും. ഏതൊക്കെ ഡോക്യുമെന്റുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇൻഫർമേഷൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക മൈ ആധാർ. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയി ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇത് വന്നിട്ട് ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇനി ഈ പേജിൽ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റിൻ്റെത്. അതേപോലെ ഇവിടെ നമ്മളെ ആധാർ കാർഡിൽ നമ്മളെ പേരിൽ കറക്ഷൻ ചെയ്യാണോ അതോ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ചെയ്യാണോ അല്ലെങ്കിൽ ജെൻഡറിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അഡ്രസ്സിന്റെ കാര്യത്തിൽ ചേഞ്ച് ചെയ്യാൻ വേറെ ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ നെയിമിൽ കറക്ഷൻ ചെയ്യാണ്, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളെ ഫ്രണ്ട് രണ്ട് ഓപ്ഷനുകൾ കാണിക്കും. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് മൊബൈൽ OTP, സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ഇമെയിൽ OTP. നമ്മൾ മൊബൈൽ OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങളെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെയിം ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. ഫോൺ നമ്പർ വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ നമ്പറും കൊടുക്കാൻ പറ്റും. അതിനുശേഷം സൈഡിൽ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നോ ആ ഫോൺ നമ്പറിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP-നോട് നമുക്ക് കൊടുക്കണം വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ലോഗിനായി ഓപ്പൺ ആയി വരും. ഇതിനുശേഷം നമുക്ക് സെൻഡർ അപ്പോയിന്റ്മെന്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് കൊടുക്കണം. ഇവിടെ കാണുമ്പോൾ ഏജ് ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഏജ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നുണ്ടാവും 0 to 5 years. അഥവാ നിങ്ങളെ കുഞ്ഞിന്റെ വയസ്സ് 0 to 5 yearsന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ ആരെങ്കിലും വയസ്സ് വന്നിട്ട് 5 to 15 yearsന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ ആരെങ്കിലും വയസ്സ് വന്നിട്ട് 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിവിടെ 18 വയസ്സിന്റെ മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ്. നിങ്ങളെ ആധാർ കാർഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് സെലക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും ന്യൂ എൻറോൾമെന്റ്. ഇത് നമുക്ക് കൊടുക്കണ്ട. നമുക്കിവിടെ നമ്മളെ ആധാർ കാർഡിൽ കറക്ഷൻ ചെയ്യണം. അതിനുവേണ്ടി സെക്കൻഡ് ഓപ്ഷൻ കാണാൻ പറ്റും അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ബയോമെട്രിക് ഡോക്യുമെന്റ്. ഇവിടെ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരായാലും നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും അഡ്രസ് ആയാലും അതോ ജെൻഡർ ആയാലും മൊബൈൽ നമ്പർ ഇമെയിൽ ID അതൊക്കെ പറയുന്നതാണ് ഡെമോഗ്രാഫിക്. അഥവാ നിങ്ങൾ ബയോമെട്രിക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളെ ഫോട്ടോയോ അതോ ഫിംഗർ പ്രിന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിനുശേഷം പ്രൊസീഡ് ഫോർ സെൻഡർ സെലക്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡുകൾ കാണുന്നുണ്ടാകും. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളെ ഏരിയയുടെ പിൻകോഡ് ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ ഏരിയയുടെ സൈഡിൽ ഏതൊക്കെ കേന്ദ്ര ഓഫീസുകളുണ്ട് അതിന്റെ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് രണ്ടാമത്തെ പറഞ്ഞാൽ റേഞ്ച് വൈസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ അതോ 40 കിലോമീറ്ററിന്റെ അകത്ത് ഏതൊക്കെ സെന്ററുകളുണ്ട് ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ ഈസി മെത്തേഡാണ്. പിൻകോഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. നമ്മളിവിടെ പിൻകോഡ് കൊടുത്തു, അതിനുശേഷം സെർച്ച് ചെയ്ത് കൊടുത്ു. ഇനി നമ്മളിവിടെ കാണുമ്പോൾ നമ്മൾ ആ വീട്ടിന്റെ സൈഡിലുള്ള ഏതൊക്കെ സെന്ററുകളുണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചില ലൊക്കേഷൻ വന്നിട്ട് പോസ്റ്റ് ഓഫീസിലൂടെ ഉണ്ടാകും, ഒരു ചില ലൊക്കേഷൻ വന്നിട്ട് UIDAന്റെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ടാകും. ഇതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഏത് സെന്ററിൽ നിങ്ങൾക്ക് പോകാൻ നോക്കുന്നോ അതിന്റെ താഴെ ഇവിടെ ഡേറ്റുകൾ മെൻഷൻ ആയി കാണിക്കുന്നുണ്ടാകും. ഏതൊക്കെ ദിവസത്തിൽ ഓഫീസ് വന്നിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു സെന്ററിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബുക്ക് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം ഒരു കലണ്ടർ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് ദിവസമാണ് നിങ്ങൾ ആധാർ കാർഡ് കറക്ഷൻ ചെയ്യാൻ നോക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൈം ഷോ ആകുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾ ഏത് ടൈമിലാണ് അവൈലബിൾ ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് സമയത്തിൽ നിങ്ങൾ ആധാർ കാർഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ട് ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളെ ആധാർ കാർഡിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ നെയിം കൊടുക്കാൻ പറയും. ഇവിടെ നമ്മൾ നെയിമിലാണ് കറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നെയിം പുതിയ നെയിം ആണ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് കൊടുക്കാൻ പോകുന്ന നെയിം തന്നെ ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഫോൺ നമ്പർ കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് പുതിയ നമ്പർ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ നമ്പർ ഓൾറെഡി ലിങ്ക് ആണെങ്കിൽ ആ നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആധാർ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ടാകും, അത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ഫ്രണ്ടിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ നോക്കുന്നോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ നെയിമിൽ കറക്ഷൻ ആണോ, ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ആണോ, ജെൻഡറിൽ കറക്ഷൻ ആണോ, ഫോൺ നമ്പറിൽ കറക്ഷൻ ആണോ, അതേപോലെ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ എന്റെ കേസിൽ കാണുമ്പോൾ ബയോമെട്രിക് മാൻഡേറ്ററി ആണ്. ഇതും കൂടെ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിരിക്കുകയാണ്. ഇവിടെ അഥവാ നമ്മൾ അൺസെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ പറ്റൂല. ഈ കാര്യം ചെയ്യാൻ ഒരു ചില ആധാർ കാർഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ
ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ് കൂടെ കൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നെയിമിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെയിമിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അഥവാ ഡേറ്റ് ഓഫ് ബർത്തിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ മൊബൈൽ നമ്പറിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അതോ ഇമെയിൽ ഐഡിയിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഒരേ സമയത്തിൽ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നെയിമിൽ കറക്ഷൻ ചെയ്യാൻ പോകുന്നു, അതിൽ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ട ഡീറ്റെയിൽ ഇവിടെ കാണുന്നുണ്ടാകും. നമ്മളിവിടെ പുതിയ പേര് കൊടുക്കാൻ പോകുന്നു, അതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ ഏതാണ് പുതിയ നെയിം കൊടുക്കാൻ പോകുന്ന ആ പേര് ഇവിടെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ പുതിയ പേരിന്റെ ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളെ പുതിയ പേരിലുള്ള ഏത് ഡോക്യുമെന്റ് നിങ്ങളെ കയ്യിലുണ്ടോ ആ ഡോക്യുമെന്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വോട്ടർ ID കാർഡ് കൊടുക്കാൻ പറ്റും, വേണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ കിസാൻ ഫോട്ടോ പാസ്ബുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ പെൻഷൻ ID ആയാലും ഇതെല്ലാം പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ ഓപ്ഷനും കാണാൻ പറ്റും. അതേപോലെ നിങ്ങളെ കേസിൽ ഏതാണ് ഡോക്യുമെന്റ് അപ്ലിക്കബിൾ ആണോ അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. അഥവാ നെയിമിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒന്ന് വന്നിട്ട് മൈനർ നെയിം കറക്ഷൻ. അഥവാ നിങ്ങൾ മൈനർ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ പേരിൽ മേജർ കറക്ഷൻ ഉണ്ടെങ്കിൽ അതോ ഫുൾ നെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോ ആ കേസിൽ ഇപ്പം പുതിയ റൂളിന്റെ അക്കോർഡിംഗ് ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ ഇപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതാണെന്ന് വെച്ചാൽ അതോ നിങ്ങളെ പേരിൽ ഡബിൾ എന്റെ പകരം സിംഗിൾ എ കൊടുത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐയുടെ പകരം ഇ കൊടുത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡബിൾ ഇ കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിനെ ഐ ആയിട്ട് മാറ്റണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മൈനർ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗജറ്റ് നോട്ടിഫിക്കേഷന്റെ ആവശ്യം വരില്ല. അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡോക്യുമെന്റ് ബേസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ പേര് വന്നിട്ട് ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കേസിൽ നിങ്ങൾക്ക് ഗജറ്റ് നോട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗജറ്റ് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഓഫീസിൽ പോയി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോം കിട്ടും, അതേപോലെ നിങ്ങൾക്ക് CD കിട്ടും. അഥവാ ഗജറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ഓഫീസിൽ തന്നെ പോകണം. ഇതിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വന്നിട്ട് ലിമിറ്റേഷൻ വെച്ചിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ പേരിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ലൈഫിൽ ഒരു 2 പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ പേരിൽ അതിന് വേണ്ടി നിങ്ങൾക്ക് അപ്രൂവൽ ചെയ്യാൻ വേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾക്ക് UIDAI ഓഫീസിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പോയിട്ട് തന്നെ ചെയ്യണം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചിലവർക്ക് ഡോക്യുമെന്റ് ബേസ് കൊടുക്കുമ്പോൾ ഒരു ചിലവർക്ക് കൺഫ്യൂഷനുകൾ കാണും. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടിരുന്നോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഫ്രണ്ടിൽ സമ്മറി പേജ് കാണുന്നുണ്ടാകും. നമ്മൾ ഇതുവരെയായിട്ട് കൊടുത്ത ഡീറ്റെയിൽ എല്ലാം ഇവിടെ നമുക്ക് കാണുന്നുണ്ടാകും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 75 റുപ്പീസ് തന്നെ നോർമലാ ചോദിക്കും. പക്ഷേ ഇങ്ങനെ എന്റെ കേസിൽ 125 രൂപ പേ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്റെ ബയോമെട്രിക് അപ്ഡേറ്റ് ആകും. ഏതാണെന്ന് വെച്ചാൽ എന്റെ ഫോട്ടോയും പുതിയതായിട്ട് ചേഞ്ച് ആകും, അതേപോലെ എന്റെ ഫിംഗർ പ്രിന്റും പുതിയതായിട്ട് ചേഞ്ച് ആകും. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വിടാം. ഇവിടെ നമുക്ക് സെൻട്രൽ തന്നെ പേയ്മെന്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ പേ സെൻറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഇവിടെ കൺഫേം എന്ന് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്, ബുക്ക് ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ അപ്പോയിന്റ്മെന്റ് ID ഇവിടെ കാണുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾ ഫ്രണ്ടിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് PDF ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളെ സെന്റർ വന്നിട്ട് മെൻഷൻ ആയിട്ടുണ്ടാകും. ഏതാണ് സെന്റർ, എപ്പോഴാണ് പോകേണ്ടത്, ഏത് സമയത്തിലാണ് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നമ്മൾ പോകുമ്പോൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ ഇവിടെ ഞാൻ നിങ്ങളോട് ഏതൊക്കെ ഡോക്യുമെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് നെയിമിൽ കറക്ഷൻ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വോട്ടർ ID ആയാലും പാൻ കാർഡ് ആയാലും അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകണം. അതേപോലെ കൊണ്ടുപോകുമ്പോൾ ഒറിജിനൽ കോപ്പിയാണ് കൊണ്ടുപോകണം. അവിടെ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ് വന്നിട്ട് അവിടെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡിൽ ഏത് പേരാണ് വേണ്ടത് ആ പേര് അവിടെ കറക്ഷൻ ആയിക്കോളും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നിങ്ങളുടെ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.